ഒരു പോസിറ്റീവ് ചിന്ത. കവിത കേൾക്കാം. ചിന്തകൾ പലതരമാണല്ലേ? പോസിറ്റീവും നെഗറ്റീവും. ഈ കവിതയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും പലതരം ചിന്തകളെക്കുറിച്ചാണ്. ചിന്തകൾ പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് ഇങ്ങനെയുണ്ടെന്ന് അടുത്ത കാലത്താണ് മനസ്സിലായത്. എങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാം? ഒരെത്തും പിടിയുമില്ല. കാരണം പോസിറ്റീവ് ആകാൻ നോക്കുമ്പോൾ ലോകത്തെ സകല നെഗറ്റീവ് കാര്യങ്ങളും നിരനിരയായി വരും. എന്നാൽ പിന്നെ ലോകവുമായി ബന്ധം വിച്ഛേദിക്കാം. വർത്തമാനപത്രം ഒഴിവാക്കിയാലോ? വേണ്ട. വാർത്തകൾ എങ്ങനെ അറിയും? ശരി. എന്നാൽ ടെലിവിഷൻ? വേണ്ടേ വേണ്ട. കുറച്ച് നക്ഷത്രഫലം കേൾക്കാം. അതാ, അതിലും പോസിറ്റീവ്. പിന്നെ നെഗറ്റീവ്. ഇതെന്ത് കഥ? ഈ ലോകത്ത് പോസിറ്റീവ് ആയിരിക്കാൻ എന്തു മാർഗം? കണ്ണുകളടച്ച് ധ്യാനിക്കാം. ഈ ലോകം ഇങ്ങനെ. കണ്ണുകളടച്ച് ധ്യാനിക്കാം. ഈ ലോകം ഇങ്ങനെ. ഞാനൊന്നും അറിയാത്ത, അറിയാൻ ആഗ്രഹമില്ലാത്ത പോസിറ്റീവ് പ്രതിബിംബം. ഞാൻ ഒന്നും അറിയാത്ത, അറിയാൻ ആഗ്രഹമില്ലാത്ത പോസിറ്റീവ് പ്രതിബിംബം. കവിത ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കേട്ടവർക്കെല്ലാം നന്ദി. ജിത.